ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ സന്നിധിയിൽ നമുക്ക് പിന്നെയും വരുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഇന്ന് സമയം നൽകിയിരിക്കെ ആണ്ടവരുടെ മുമ്പിൽ നമുക്ക് ഇന്ന് എന്നാ വിസാരിക്കണം അല്ലെങ്കിൽ എന്നാ നമുക്ക് പഠിക്കണമെന്ന് നമുക്ക് വാസിக்கலாம். ഇത് എപ്പിസോഡ് 66 താൻ നമ്മൾ ഇന്ന് നമ്മൾ പേശിയത്. എപ്പിസോഡ് 66 നമ്മൾ എഫെസ്യ ലേഖനം 6:13 വാക്യം നമുക്ക് പിന്നെ വാസിച്ചിടാം. 13ഉം 14ഉം നമുക്ക് പാക്കലാം. 13 വാക്യം 14 വാക്യം നമുക്ക് എത്രയും നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചിടാൻ സമയം. കാരണം നമ്മുടെ സമയം ரொம்ப കമ്മിയായിരിക്കാൽ നമുക്ക് ടൈം കിടക്കാതെ, അതുകൊണ്ട് നമുക്ക് എപ്പടി നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പടി നമ്മൾ ചെയ്ത് ആണ്ടവരുടെ നാമം മഹിമപ്പെടുവാൻ തക്കോണം ഇടവരട്ടെ. ഇങ്ങനെ 13 വാക്യത്തിൽ എന്ത് നമ്മൾ 12 വാക്യത്തിൽ നമ്മൾ വാസിച്ചതെന്ന് നമുക്ക് തിരിയുമാ. നമ്മൾ என்ன சொல்லுது, നമ്മുടെ പോരാട്ടം, അതായത് നമ്മുടെ യുദ്ധം ആരോട് താൻ എന്ന് ഇങ്ങനെ சொல்லிയിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആരാണ് നമ്മുടെ ശത്രു എന്ന് ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ ചെയ്യുന്നത്. നമ്മുടെ ശത്രു ആര്? പിശാച് താൻ നമ്മുടെ ശത്രു, അല്ലാതെ വേറെ മനുഷ്യരല്ല. മനുഷ്യർ നമ്മുടെ ശത്രു അല്ല. മനുഷ്യർക്ക് പറ്റുന്നത് അത് ചിന്ന കാര്യം താൻ, ആ പെരിയ കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവന് നമ്മുടെ ജീവനെ വേണേ എടുക്കാം, പക്ഷെ നരകത്തിൽ കൊണ്ടുപോകുന്നത് അവന് പറ്റത്തില്ല. എന്നാൽ പിശാച് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഏത് പെരിയത്? മരണം ഒരു വിധത്തിൽ ചൊല്ലിയാ ശരി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവനെ കിടക്കാതെ. പക്ഷേ നമുക്ക് ആണ്ടോ നൽകിയിരിക്കുന്ന ജീവനത അനന്തജീവൻ എന്ന് പറഞ്ഞാൽ അതായത് മരണം അതിന് കിടക്കാതെ. അന്നേരം ആ ജീവിതത്തിൽ നമ്മൾ എங்கே പോകുന്നത് നമ്മൾ വിസാരിക്കണം. നമ്മൾ എங்கே പോകുന്നത്? നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ വിശ്വാസിക്കാതിരുന്നാൽ നമ്മൾ എங்கே പോയും? നരകത്തിൽ പോയിടും. നമ്മൾ ഇത് വിശ്വാസികൾക്ക് വേണ്ടി ചൊല്ലിയത്. നമുക്ക് ആരെയാ ഭയക്കേണ്ടത്? നമ്മുടെ സ്വന്തം രക്തങ്ങളെ അല്ല, അല്ലെങ്കിൽ മനുഷ്യരെ അല്ല നമുക്ക് ഭയക്കേണ്ടത്. നമുക്ക് ആരെയാ ഭയക്കേണ്ടത്? പിശാചിനെ താൻ ഭയക്കേണ്ടത്. അവൻ താൻ എല്ലാ വേളയും പണി നമ്മളെ തപ്പിലാക്കി നമ്മളെ എங்கே കൊണ്ടുപോവാം? അവൻ പോകുന്ന ഇടത്തേക്ക്. അവൻ പോകുന്ന ഇടം എങ്കിൽ നരകത്തിലേക്ക്. നരകം എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ഫയർ എന്ന് എന്നാ ചൊല്ലിയാൽ, അതായത് മരണം അല്ലെങ്കിൽ തീ കടാത്ത തീയുള്ള பெரிய കിണറ് താൻ. അത് ആ പെരിയ കിണറിൽ അതിന് കീഴേ അതിന് ബോട്ടമില്ലെന്ന് ഞാൻ അടിത്തട്ടില്ല. അത് അപ്പടിയേ താണുകൊണ്ടേയിരിക്കും. നമ്മൾ അപ്പടിയേ വെന്തുകൊണ്ടേയിരിക്കും. അത് എത്ര നാൾ നമ്മൾ അപ്പടി വെന്തിടും, അല്ലെങ്കിൽ എത്ര നാൾ അപ്പടി നമ്മൾ കത്തിക്കൊണ്ടേയിരിക്കാം. എത്ര നാൾ നമുക്ക് ഈ ടോർച്ച് കിടക്കും? നമുക്ക് മരണമേ കിടക്കാം. മരണം താൻ അതായത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലുമേ മരിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരമായിട്ട് നമ്മൾ അങ്ങേ കിടന്ന് എന്നാൽ ഇങ്ങനെ നമുക്ക് എപ്പടി ഈ ശത്രുവിനെ നമുക്ക് ജയിക്കാം, അല്ലെങ്കിൽ നമുക്ക് എപ്പടി വിജയം നമുക്ക് കിടക്കും എന്ന് 13 വാക്യത്തിൽ ഇങ്ങനെ പേശിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തോളൂ. അത് നമ്മൾ നേരത്തെ വായിച്ച, അതായത് നമുക്ക് യുദ്ധത്തിന് വേണ്ടി നമ്മൾ എന്നാ പണണം. ഞാൻ ശീഘ്രം ഈ 13 വാക്യം പോയിടുവാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ദൈവത്തിന്റെ സർവായുധം നമ്മൾ ധരിച്ചിരണം. അതെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പേശിയ, അത് ഇന്ത്യൻ മിലിറ്ററിയെ പറ്റി, ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റി, അല്ലെങ്കിൽ എപ്പടി സേനകളെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എപ്പടിയാണ് യുദ്ധത്തിന് പോകേണ്ടതെന്ന് അതിനെപ്പറ്റിയെല്ലാം നമ്മൾ പേശിയാച്ചു. എന്നാൽ ഞാൻ ഇന്ന് ആ സബ്ജക്റ്റിലേക്ക് പോവാതെ 14 വാക്യത്തിൽ എന്നാ നമ്മൾ വാസിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ഇങ്ങ 2 കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. അരയ്ക്ക് സത്യം കെട്ടിയും, അതെ, അരയെന്ന് ചൊല്ലിയാൽ നമ്മുടെ അല്ലെങ്കിൽ വയർ, അല്ലെങ്കിൽ വയറിന്റെ അടിഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അടിഭാഗം എങ്കിൽ വയർ ഇരിക്കെ, വയർ അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താണ് നമ്മൾ നോർമലി കിട്ടുന്നത്? അതായത് നമ്മൾ വിചാരിക്കുക എന്നുണ്ടെങ്കിൽ, നമ്മൾ പാൻറ് ഇടുക എന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്ക് എന്താണ് കെട്ടുന്നത്? ബെൽറ്റാണ് കെട്ടുന്നത്. ബെൽറ്റ് എന്തിനു കെട്ടുന്നത്? നമ്മൾ ഇട്ട തുണി കീഴെ പോവാതെ, നമ്മളെ നഗ്നമാകാതെ, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന തുണി കീഴെ പോവാതെ അത് അങ്ങേ അവിടെ മുറുക്കെ കെട്ടി വെച്ചിടും. അതുതാണ് അരയ്ക്ക് കെട്ടേണ്ട കാര്യം. അത് എന്താണ്?
അത് അരയ്ക്ക് കെട്ടിയിരിക്കുന്ന അതുകൊണ്ട് നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയണം? ബെൽറ്റ് നമുക്ക് നമ്മുടെ അരയിൽ കെട്ടേണ്ടത് വളരെ ആവശ്യം തന്നെ. അല്ലെങ്കിൽ നമ്മുടെ വയറിൽ അല്ലെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ മേളിൽ നമുക്ക് കെട്ടേണ്ട ആവശ്യം ഇരിക്കുക. അതില്ലെങ്കിൽ എന്നാ പറ്റും? നമ്മുടെ പാൻറ് കീഴിൽ പോകും. അതായത് നമ്മൾ ഇത് ഇപ്പടി പാത്രത്തിൽ നമ്മൾ യുദ്ധത്തിന് പോയിടുക. പോകുമ്പോൾ നമ്മൾ ബെൽറ്റ് ഒന്നും കെട്ടാതെ നമ്മൾ പോയിടുക എന്ന് വിചാരിച്ചിടുക. അപ്പടി പോവാന്ന് എന്നാ പറ്റിടും? നമുക്ക് നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ വാള് വെച്ച് നമ്മൾ പയറ്റുമ്പോൾ എന്നാ പറ്റും? പാൻ്റെ കീഴെ പോയിട്ട് നമ്മൾ പാൻറ് നമ്മൾ മേളിൽ കയറ്റിടുമോ? അതോ നമ്മുടെ ശത്രുവിനോട് യുദ്ധം പണിയിടുമോ? നമ്മൾ എന്തിനാ പോയത്? ശത്രുവിൻ്റെ യുദ്ധത്തിന് വേണ്ടിയാണ് പോയത്. അതായത് നമുക്ക് പ്രോബ്ലം എന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന അടിവയർ അല്ലെങ്കിൽ പാൻറ് അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ഗാർമെന്റ് എന്തോ ആണെങ്കിലും അതിൽ അര കെട്ടിയില്ലെങ്കിൽ എന്നാ പറ്റും? അത് കീഴെ പോയിടും. ആ കീഴെ പോയപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അത് നമ്മൾ പാക്കാൻ പോകുമ്പോൾ എന്നാ പറ്റും? ശത്രു നമ്മുടെ തലയെ കൊയ്തിടും. ശത്രു നമ്മുടെ തലയെടുക്കാൻ വേണ്ടി എത്ര ടൈം കിടക്കും? 1 മിനിറ്റ് പോലും വേണ്ട. കാരണം പാൻറ് നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ നമ്മളൊരു ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പോകും. അന്നേരം നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ சொல்லுது, നിങ്ങളുടെ അരയിൽ നമ്മൾ എന്നാ കെട്ടണം? ബെൽറ്റ് കെട്ടണം. അത് ബെൽറ്റ് അത് ഏത് ടൈപ്പ് ബെൽറ്റ് தான் ഇങ്ങനെ சொல்லுது. അതായത് നമ്മൾ കിട്ടുന്ന ബെൽറ്റ് അല്ലെങ്കിൽ നാട അല്ലെങ്കിൽ കയറ് എപ്പടി എന്ത് വേണമെങ്കിലും ആയിടാം. അത് അരയ്ക്ക് കെട്ടി അതുതാണ് മുറിക്കുന്നത്. അത് നമ്മൾ ചിന്ന കയറായിരിക്കാം, അല്ലെങ്കിൽ ബെൽറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വള്ളി ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കട്ടെ. എന്തോ ആണെങ്കിലും അത് ഇപ്പം ഒന്ന് പൊട്ടിപ്പോയാൽ നമുക്ക് എന്നെ പറ്റും? അത് കീഴെ പോകും. നമുക്ക് അതായത് ഈ ലോകത്തിലുള്ള ഏത് ബെൽറ്റും ഒരു വാള് കൊണ്ട് അതിലെ ഒന്ന് ആഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടിപ്പോയിടും. അവന് പിന്നീന്ന് വേണമെങ്കിലും അത് മുറിച്ചിടാം, അത് മുന്നീന്ന് വേണമെങ്കിലും മുറിച്ചിടാം. മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ കീഴെ പോകുമ്പോൾ നമ്മൾ എന്നാ പണ്ണും? നമ്മുടെ നോട്ടം അതിലേക്കാവും. ശത്രുവിൻ്റെ നോട്ടം ശത്രുവിൽ നിന്നും നോട്ടം മാറ്റും. അതിന് നമുക്ക് എന്നാ വേണം? സത്യമെന്ന എന്നെ നല്ലപോലെ വാസിച്ചിട്ട് അരയ്ക്ക് സത്യം കെട്ടിയും. അത് സത്യം എന്ന് ചൊല്ലിയാൽ നിങ്ങൾ തപ്പ് ചൊല്ലുവാണെങ്കിൽ എന്ത് പറ്റും? ആ തപ്പ് എപ്പം വേണമെങ്കിലും കഴിഞ്ഞിടും. നിങ്ങൾ പുളി ചൊല്ലിയാൽ എപ്പം എന്ത് പറ്റും? ആ പുളി പിടിച്ചിടും. പുളി ചൊല്ലുക അടിക്കടി നമ്മൾ പുളി പണിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ തപ്പ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അത് മാറ്റാൻ വേണ്ടി നമുക്ക് എത്ര പുളി പറഞ്ഞിട്ടും 10 പുളി പറഞ്ഞിട്ട് അല്ലെങ്കിൽ 100 പുളി പറയണം. കാരണം നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ ആ തപ്പ് നമുക്ക് നേരെയാക്കാൻ വേണ്ടി തപ്പിന്റെ മേളിൽ തപ്പ് പറഞ്ഞിടും, അല്ലെങ്കിൽ പുളിക്ക് പകരം പുളി പറഞ്ഞിടും. എന്നിട്ട് നമുക്ക് നമുക്ക് ആവശ്യം എന്നായി കിടക്കുന്നത്? നമുക്ക് പെർമനന്റ് ആയിട്ട്, അതായത് ഒരു വിധത്തിലും നമ്മളെ മുറിക്കാൻ പറ്റാത്ത ബെൽറ്റ് നമുക്ക് தேவைப்படும். അത് ഏത് ബെൽറ്റ് താൻ? അത് ദൈവത്തിന്റെ ദൈവത്തിന്റെ നിങ്ങൾ അരയ്ക്ക് സത്യം. ആ ബെൽറ്റ് ദൈവത്തിൻ്റെ സത്യമായിരിക്കണം. അതായത് സത്യവചനം. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സത്യവചനം വാസിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു രീതിയിലും ആർക്കും തോപ്പിക്കാൻ മുടിയാതെ. അന്നേരം ബെൽറ്റിക്ക് വളരെയധികം മഹത്വം ഇരിക്കുക. നീ അത് ബെൽറ്റിക്ക് നീ അപ്പടി ചിന്തിക്കാതെ ഈ ബെൽറ്റ് അത് നമുക്ക് ഇല്ലെങ്കിൽ പറവായില്ല എന്ന് വിചാരിക്കുക. എൻ്റെ പാൻറ്റൊക്കെ ടൈറ്റ്, അത് പാൻറ്റിലെ ഒരു ബട്ടൺ പൊട്ടിപ്പോയാൽ അരയ്ക്ക് നമുക്ക് വളരെ ശരിയായ രീതിയിൽ നമുക്ക് അര കെട്ടിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വയറിൽ നമ്മുടെ വസ്ത്രം കെട്ടിയിടണം. അതിന് നമുക്ക് എന്നാ വേണം? സത്യം താൻ വേണം. സത്യം ചൊല്ലിക്കഴിഞ്ഞാൽ സത്യത്തിന് തപ്പില്ല. തപ്പ് പറയാതെ തപ്പ് ചൊല്ലാതെ നമ്മൾ ചൊല്ലുന്ന കാര്യം നമ്മൾ ശരിയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എന്നാ പണിയാലും നമുക്ക് ഒന്നുമേ കിടക്കാതെ. അവർ എന്നാ പണിയാലും സത്യത്തിന് മേളിൽ വേറെ ഒന്നും എന്നാൽ പൊളി പണിക്കഴിഞ്ഞാൽ പൊളി ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴുമേ നീ എന്നായിടും? നീ ട്രാപ്പിലായിടും. അതുകൊണ്ട് നീ ഇങ്ങ ആണ്ടവർ சொல்லுவ, നീ സത്യം എന്ന ബെൽറ്റ് നീ കെട്ടിയിടണം. നിനക്ക് ബെൽറ്റ് എഴുതാൻ സത്യം എന്ന ബെൽറ്റ്. ഇംഗ്ലീഷിൽ എന്നാ சொல்லுது? നമുക്കൊന്ന് വാസിച്ചിടാം. 14-ാം വാക്യത്തിൽ
Stand therefore having your loins girt about with the truth. ലോയിൻസ് എന്ന് പറഞ്ഞാൽ അതായത് അരയ്ക്ക് മേളിൽ അത് നമ്മൾ അത് സത്യം കൊണ്ട് കെട്ടിയിടണം. അതായത് നമുക്ക് സത്യം നമുക്ക് വളരെ അധികം தேவைப்படும். സത്യത്തിലല്ലാതെ നമ്മൾ പൊളിയിൽ കൂടെ നമുക്ക് ഒരു കാര്യവും നമുക്ക് ജയിക്കാൻ മുടിയാതെ. അതുകൊണ്ട് സത്യം വേണം. രണ്ടാമത്തെ കാര്യം എന്നെ അങ്ങ് சொல்லுക, നമുക്ക് വാസിച്ചിടാം. രണ്ടാമത്തെ എന്നത് നീതി എന്ന കവചം ധരിച്ചും. അതായത് അത് മാത്രമല്ല, നീ ചൊല്ലുന്നത് നീതിയായിരിക്കണം. അതായത് ശരിയായ കാര്യം താൻ சொல்லணும். இங்கே சொல்ற இங்கிலீஷ்ல சொல்ற and having on the breastplate of the righteousness. അതായത് നീതി, അതായത് നീ ചൊല്ലുന്ന കാര്യങ്ങൾ ആണ്ടവരുടെ മുമ്പിൽ ശരിയായിരിക്കണം. ഒന്ന് പൊളി ചൊല്ലാൻ പാടില്ല. പൊളി ചൊല്ലുവാന്നുണ്ടെങ്കിൽ ഞാൻ ചൊല്ലിയ സത്യത്തെക്കാര്യം നമ്മൾ അതേപോലെ തന്നെ ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് ചൊല്ലുമ്പോൾ ബ്രസ്റ്റ് നമ്മൾ എങ്ങനെ കെട്ടിടും? നമ്മുടെ നെഞ്ചിൽ കെട്ടിടും. അതായത് നമ്മുടെ ഈ നെഞ്ചല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ചെസ്റ്റിലാണ് ബ്രസ്റ്റ് പ്ലേറ്റ് കെട്ടുന്നത്. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ഞാൻ നാളെ ഇത് ഞാൻ പിന്നെയും ഞാൻ വിവരിച്ചിടാം. ഞാൻ ചൊല്ലുമ്പോൾ നമുക്ക് അത് പാത്തിടാം. ബ്രസ്റ്റ് പ്ലേറ്റ് എന്നാ മഹത്വം ഇരിക്കുകയെന്ന് നമുക്ക് പിന്നെയും പാക്കലാം. അന്നേരം അത് പാക്കുമ്പോൾ നമുക്ക് തിരിയും ഈ വചനത്തിന് എത്രമാത്രം ഖനം ഇരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. ഞാൻ പിന്നെയും ചൊല്ലുന്നത് എൻ്റെ നമ്പർ ഞാൻ നിങ്ങളോട് നേരത്തെ ചൊല്ലിയാച്ചേ. എൻ്റെ നമ്പർ 9791843308 അല്ലെങ്കിൽ 97184184308, അതായത് 3308 അല്ലെങ്കിൽ 08. അതുതാണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പാത്തിടാം. നിങ്ങൾ വചനം നിങ്ങൾ കേട്ട് നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇത് സത്യം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആരുമേ നിങ്ങളെ ജയിക്കാൻ മുടിയാതെ. സാത്താനും എന്നൊക്കെ വേല പണിയാലും എന്നൊക്കെ ചെയ്താലും നമുക്ക് എന്നാ പറ്റും? നമ്മൾ പിശാചിൽ നമ്മൾ തോക്കാതെ നമുക്ക് ജയം നമുക്ക് കിടക്കും. അത് അത് ഓരോന്നും വായിച്ചിടാം. നമുക്ക് ഇങ്ങനെ 6-7 കൂട്ടം കാര്യങ്ങൾ നമ്മളിങ്ങനെ വാസിക്കുന്നത് നമുക്ക് പിന്നെ വാസിച്ചിടാം. ആണ്ടോടെ നാം മയപ്പെടുമാറാട്ടെ. നമുക്ക് പിന്നെയും പാക്കില്ല. നമുക്ക് ഇനിയും നമ്മൾ വാസിക്കുമ്പോൾ 13-ന്റെ 2ാം ഭാഗം നമുക്ക് വാസിച്ച് അതിനെപ്പറ്റി ചിന്തിച്ചിടാം. ആണ്ടോടെ നാം മയപ്പെടുമാറാട്ടെ. ആമീൻ.